അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്താണ്, അതിൻ്റെ പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണ്, ആ പോസ്റ്റുലേറ്റുകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നും നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. എന്താണ് നമുക്ക് മനസ്സിലായ കാര്യം? ഒരു ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വാണ്ടൈസ്ഡ് ആണ് അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാത്രമേ, ഡിസ്കണ്ടിന്യൂസ് ആയി മാത്രമേ അത് ചേഞ്ച് ആവുന്നുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾക്ക് സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്ന ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം അന്നത്തെ കാലത്ത് ഒരു സക്സസ് ആയത്? അതൊരു വിജയമായിരുന്നു. ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് അതുവരെ ആളുകൾ വിശ്വസിച്ചിരുന്ന ആറ്റം മോഡലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ആറ്റം മോഡലാണ് ഇത് ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു വിജയമാണ്. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ആറ്റം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്, ആറ്റം മോഡൽ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്, എങ്ങനെയാണ് ആറ്റത്തെ വരയ്ക്കേണ്ടത് എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചത് നമ്മുടെ ബോർസിൻ്റെ മോഡൽ ഓഫ് ആറ്റമാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം അതിനൊരു വിജയമുണ്ടായത് അതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടാണ്. സോ we are going to check the merits of Bohr's model. ബോർസ് മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ വലിയൊരു പരാജയത്തെ അതെന്ത് ചെയ്തു? വളരെ വിദഗ്ധമായിട്ട് ജസ്റ്റിഫൈ ചെയ്തു. എന്തായിരുന്നു അത്? റുദർഫോർഡിന് ഒരാറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ഇല്ല. അതുകൊണ്ടായിരുന്നു റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഒരു പരാജയമായി മാറിയത്. പക്ഷെ അതേസമയം നീൽസ് ബോർ വളരെ വിദഗ്ധമായി ആ ഒരു കടമ്പ കടന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഒരു ആറ്റം എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയത് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. സോ ദ ഫസ്റ്റ് വൺ, സ്റ്റെബിലിറ്റി. നീൽസ് ബോർ കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്തുകൊണ്ടാണ് ഒരാറ്റം സ്റ്റേബിളായി നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി നീൽസ് ബോർ നമ്മളോട് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്? ഒരാറ്റം എന്ന് പറയുന്നതിനുള്ളിൽ ഇലക്ട്രോണുകൾ ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണുകളുടെ എനർജിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ എപ്പോൾ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ? ആ ഇലക്ട്രോണുകൾക്ക് ആ ഒരു ഓർബിറ്റ് മടുത്തിട്ട് അത് മറ്റൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ എനർജിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ എനർജി റിലീസ് ആവുന്നതും എനർജി അബ്സോർബ് ആകുന്നതും ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ്. മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ പറയുന്നത് ഒരാറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട് എങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടിന്യൂസ് ആയി കുറഞ്ഞു വരികയും അങ്ങനെ ഫൈനലി എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് വീഴുകയും വേണം എന്നാണ് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ പറഞ്ഞത്. അതങ്ങനെ ആറ്റത്തിനുള്ളിൽ സംഭവിക്കുന്നില്ല എന്നും, എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല. നീൽസ് ബോർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ഒരിക്കലും കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ എപ്പോൾ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ? അത് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ, മൂവ് ചെയ്യുമ്പോൾ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോണിൻ്റെ എനർജിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പരാജയത്തിന് ഏറ്റവും കൃത്യമായ ഒരു ഉത്തരം നീൽസ് ബോറിന് കൊടുക്കാൻ സാധിച്ചത് ഇങ്ങനെയാണ്. സോ ഹി കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയസിലേക്ക് വീഴുന്നില്ല. ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് വീഴുന്നില്ലെങ്കിൽ ആറ്റം കൊളാപ്സ് ആവുന്നില്ലെങ്കിൽ ആറ്റം സ്റ്റേബിൾ ആണ്. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്. ഇനി രണ്ടാമത്തെ മെറിറ്റ് എന്താണ്? ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ മെറിറ്റ് നമ്പർ 2. അദ്ദേഹം ഒരാറ്റത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ സഹായിച്ചു നീൽസ് ബോർ. എന്താണ്? നീൽസ് ബോർ ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. സോ ദ സെക്കൻഡ് മെറിറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് calculation of energy of electron. ഒരാറ്റത്തിനുള്ളിൽ ഏത് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിലും, ഇപ്പോൾ കെ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ആവാം, എൽ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ആവാം, എമ്മിലോ എന്നിലോ ഏത് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിലും അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ സിമ്പിളായിട്ടും കൃത്യമായിട്ടും നീൽസ് ബോർ പറഞ്ഞു തന്നു. എങ്ങനെയാണെന്ന് അറിയാം നമുക്ക്? ശ്രദ്ധിച്ചോടാ. According to Niels Bohr, energy of an electron in its nth orbit. Suppose the electron is in nth orbit. n എന്ന് പറയുന്നത് 1, 2, 3, 4 ആവാം കേട്ടോ. So nth orbit En is equal to minus RH into 1 by n square. എന്താണ് En എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? nth ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി. എന്താണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഏത് ഓർബിറ്റിലാണോ നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത് അതിന്റെ നമ്പറാണ് n. അപ്പൊ k ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് n വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. l ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ n എത്രയായിരിക്കും? 2 ആയിരിക്കും. m-ലാണ് നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്നെങ്കിലോ m എത്രാമത്തെ ഷെല്ലാ? 3ാമത്തെ ഷെല്ലാ. അപ്പൊ n-ന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. പറഞ്ഞ ക്ലിയർ ആണ്? ഇനി RH എന്താണ്? RH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ ഞാൻ വിളിക്കുന്നത് റീഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ്. എന്നാ വിളിക്കുക? റീഡ്ബർഗ് കോൺസ്റ്റന്റ്. ഈ റീഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2.18 into 10⁻⁻18 ജൂൾസ് ആണ്. റീഡ്ബർഗ് കോൺസ്റ്റന്റ് RH-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.18 into 10⁻⁻18 ജൂൾസ് ആണ്. ക്ലിയർ ആണ്? പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ എക്സ്പ്രഷൻ ഹൈഡ്രജന് മാത്രമേ ബാധകമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റത്തിൽ ഏതൊരു ഷെല്ലിലും ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈഡ്രജൻ അപ്പുറത്ത്, ഹൈഡ്രജൻ അല്ലാത്തൊരു ആറ്റത്തിന്റെ കേസിൽ ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ അല്ലാത്തൊരു ആറ്റം വേണമെന്നുണ്ടെങ്കിലോ? അങ്ങനെയും വരാലോ. ഹൈഡ്രജൻ മാത്രമല്ലല്ലോ ഈ ഭൂലോകത്ത് ആറ്റമായിട്ടുള്ളത്. ഹൈഡ്രജൻ അല്ലാത്ത ഒരുപാട് ആറ്റങ്ങളില്ലേ? ഓക്കെ, സപ്പോസ് ഹൈഡ്രജൻ അല്ലാത്ത ഒരു ആറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനുള്ളിലെ ഏതെങ്കിലും ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കിക്കോട്ടാ, അവിടെ എനർജി ഓഫ് ദി ഇലക്ട്രോൺ En is equal to -RH into 1/n². ഇത്രയും പാർട്ട് സെയിം ആണ്. ഇൻറ്റു Z². എന്താ അവിടെ അഡീഷണൽ ആയിട്ട് വന്നത്? ഇൻറ്റു Z². ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഹൈഡ്രജനോ അല്ലാത്ത ഏതൊരാറ്റത്തിനും അപ്ലൈ ചെയ്യാം, അതർ ദാൻ ഹൈഡ്രജൻ. ഓക്കെ, പക്ഷേ ഈ Z എന്താണ് എന്നറിയണ്ടേ നമുക്ക് ആദ്യം? Z എന്താണ്? Z എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി ആറ്റം. കാരണം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അതിന് Z വാല്യൂ ഓക്കെ ആണ്, കുഴപ്പമില്ല അല്ലെ? പക്ഷെ ഹൈഡ്രജൻ അല്ലാത്തൊരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ഒരിക്കലും 1 ആയിരിക്കില്ല. അപ്പൊ Z ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് യുവർ ആറ്റം. പറഞ്ഞ ക്ലിയർ ആണേ? അപ്പൊ നോക്കിയേ, the second merit of Bohr's model, it helps to calculate the energy of an electron in a particular orbit of the atom. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കിയേ, അതിപ്പോൾ ഹൈഡ്രജന്റെ കേസിലാണെങ്കിലും അതെ, മറ്റ് ആറ്റങ്ങളുടെ കേസിലാണെങ്കിലും അതെ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കണ്ടോ നിങ്ങൾ? ഈ നെഗറ്റീവ് സൈൻ ഇവിടെ കിടക്കുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഒരു ആറ്റത്തിനുള്ളിലെ ഏത് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിന്റെ എനർജി നെഗറ്റീവ് ആണോ? ആണ്. അതാണല്ലോ ഈ ഇക്വേഷൻ പറയുന്നത്. ഇലക്ട്രോണിന്റെ എനർജി, നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും മക്കളെ, ഒരു സംശയമില്ല. കാരണം ഈ നെഗറ്റീവ് സൈൻ ഇവിടെ അല്ലേ ഉണ്ട്. RH-ന്റെ വാല്യൂ നെഗറ്റീവ് ആണോ? അല്ല. N-ന്റെ വാല്യൂ നെഗറ്റീവ് ആണോ? അല്ല. അപ്പൊ ഈ നെഗറ്റീവ് സൈൻ ഒരിക്കലും ഇവിടുന്ന് ക്യാൻസൽ ആയി പോകുന്നില്ല, ഇല്ലല്ലോ, അതവിടെ കിടക്കും. അപ്പോൾ എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏത് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിലും അതിന് എനർജി നെഗറ്റീവ് ആയിരിക്കും. അതെന്താ ഈ നെഗറ്റീവ് സൈൻ വരാൻ കാരണമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഇലക്ട്രോൺ നിങ്ങളുടെ ആറ്റത്തിന് പുറത്തിരിക്കുകയാണെന്ന് വിചാരിച്ചു. ആറ്റത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് യാതൊരു കൺട്രോളും ഇല്ലാത്ത ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണെന്ന് അറിയോ? അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് 0 എന്നാണ്. എന്താണ്? ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ഇസ് അസ്യൂം ടു ബി 0. ചില കാര്യങ്ങളെല്ലാം സയൻസിൽ അസംഷനാണ് കേട്ടോ. ചിലതിലൊന്നും സയൻറ്റിഫിക് പ്രൂഫുകൾ ഉണ്ടാവില്ല, സയൻറ്റിഫിക് എവിഡൻസുകളില്ല. ചില കാര്യങ്ങളെല്ലാം വെറും അസംഷൻ മാത്രമായിരിക്കും. അത്തരത്തിലൊരു അസംഷനാണ് ഒരു ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലിയിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 0. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിനാണോ ആറ്റത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോണിനാണോ കൂടുതൽ എനർജി ഉണ്ടാവുക? ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിന് അല്ലേ? ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. സോ ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. ആ ഇലക്ട്രോൺ ആറ്റത്തിന് ഉള്ളിലേക്ക് വന്നാൽ ചോദിക്കാനും പറയാനും ആളുകളാവും.
ന്യൂക്ലിയസിൻ്റെ കൺട്രോളിലാവും ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് തോന്നിയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആറ്റത്തിനുള്ളിലിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി കുറവായിരിക്കും ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിനേക്കാൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാ? 0യാ. അപ്പോൾ ആറ്റത്തിനുള്ളിലേക്ക് ആ ഇലക്ട്രോൺ വരുമ്പോൾ 0യിനേക്കാൾ കുറവായിരിക്കേണ്ട അതിൻ്റെ എനർജി. 0യിനേക്കാൾ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ടെക്നിക്ക് പിടി കിട്ടി അല്ലേ? 0യിനേക്കാൾ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ സാധ്യതയുള്ളത്? നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളൊരു ആറ്റത്തിനുള്ളിലെ ഏത് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരാറ്റത്തിനുള്ളിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത് എന്ന് മനസ്സിലായി? ക്ലിയർ ആണേ? ഓക്കെ. അങ്ങനെ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് സപ്പോസ് നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്ന ഫസ്റ്റ് ഷെല്ലിലാണ്. ഞാനിതൊന്ന് മായ്ച്ചു കളയാണ്. നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഫസ്റ്റ് ഷെല്ലിലാണ്. അപ്പോൾ കെ ഷെല്ലിലാണ്. എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, എനർജി എങ്ങനെ നമ്മൾ എഴുതുക? എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഷെൽ ഈസ് ഈക്വൽ ടു മൈനസ് RH വാല്യൂ എത്രയാണ്? 2.18 × 10⁻18 ഇൻറ്റു 1/1². ക്ലിയർ ആണല്ലോ? ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2.18 × 10⁻18 ജൂൾസ് പെർ ആറ്റം അല്ലേ? ജൂൾസ് പെർ ആറ്റം. ഇനി സപ്പോസ് നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്ന എൽ ഷെല്ലിലാണെങ്കിലോ? E2. എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലല്ലേ? E2. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? മൈനസ് 2.18 × 10⁻18 ഇൻറ്റു 1/n². n എത്രയാ? 2 ആണ് അല്ലേ? 2². ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.18 × 10⁻18 ഡിവൈഡഡ് ബൈ 4. നിങ്ങൾ നോക്കിയേ, നേരത്തെ നിങ്ങൾക്ക് കെ ഷെല്ലിൻ്റെ എനർജി കിട്ടിയല്ലേ? ആ കെ ഷെല്ലിൻ്റെ എനർജിയൊക്കെ കുറവല്ലോ നിങ്ങൾക്ക് എൽ ഷെല്ലിൻ്റെ എനർജി കിട്ടുക. ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എം ഷെല്ലിൻ്റെ എനർജി ആണെങ്കിലോ ഇതിനേക്കാൾ കുറവായിരിക്കില്ലേ? നെഗറ്റീവ്, ഇതിനേക്കാൾ കുറഞ്ഞൊരു നെഗറ്റീവ് വാല്യൂ അല്ലേ നിങ്ങൾക്ക് എം ഷെല്ലിന് കിട്ടുക? ഇതാ വരുന്നടാ. എൻ ഷെല്ലിനാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ളത് ഏതിനാ? കെ ഷെല്ലിനാ. അതായത് ഏറ്റവും കുറവ് എനർജി ഉള്ള ഏതിനാ? കെ ഷെല്ലിനാ. അതായിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഏറ്റവും സ്റ്റേബിളായ ഷെല്ല് അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. കാരണം എനർജി എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? എനർജി കുറവുള്ളൊരു സിസ്റ്റം അല്ലേ എനർജി കൂടുതലുള്ളൊരു സിസ്റ്റത്തേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ് ഏതാ? ഏറ്റവും സ്റ്റേബിളായ എനർജി ലെവൽ ഏതാ? ഫസ്റ്റ് എനർജി ലെവലാ, കെ ഷെല്ലാ. അതിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് എനർജി ഉണ്ടാവുക. ഓക്കെ. അവിടുന്ന് നിങ്ങൾ എല്ലിലേക്കോ എമ്മിലേക്കോ എന്നിലേക്കോ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നെഗറ്റീവ് എനർജി വാല്യൂ കുറയും. നെഗറ്റീവ് വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജി കൂടുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലേക്ക് പോകും തോറും ഷെല്ലുകളുടെ ഓർബിറ്റുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യും. ഏറ്റവും അടുത്തിരിക്കുന്ന കെ ഷെല്ലിനാണ്, കെ ഓർബിറ്റിനാണ് ഏറ്റവും കുറവ് എനർജി ഉണ്ടാവുക, ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് എനർജി ഉണ്ടാവുക. അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഒരാറ്റത്തിനുള്ളിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും നിസ്സാരമായൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ചും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, En = -RH × 1/n² എന്ന് പറയുന്നത്, അതല്ല യഥാർത്ഥത്തിൽ നീൽസ് ബോർ പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ അതല്ല. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് ബോർ തിയറി അനുസരിച്ച് യഥാർത്ഥത്തിൽ ബോർ പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ ഏതാണെന്നും അതിൽ നിന്നും നമ്മുടെ സിംപ്ലിഫൈഡ് ഇക്വേഷനിലേക്ക് വന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ സാധാരണ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മുടെ റിപ്പീറ്റേഴ്സിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകൾക്ക് മാത്രം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്കും ശ്രദ്ധിക്കാം. നല്ല കാര്യമാണ്. കൂടുതൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത്, ഒരു അഡീഷണൽ നോളജ് കിട്ടുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. ശ്രദ്ധിച്ചോ. സോ യഥാർത്ഥത്തിൽ നീൽസ് ബോറിൻ്റെ തിയറിയിൽ നിന്നും എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു minus k² into 2π² m into e⁴/n²h². ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. പൈ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇ സ്റ്റാൻഡ്സ് ഫോർ ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ. എൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർബിറ്റിൻ്റെ നമ്പറാണ്, ഏത് ഓർബിറ്റിലാണ് നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. കെ എന്താണെന്നറിയോ? കെ മാത്രമാണ് അതിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു
സിമ്പിൾ ഉള്ളത് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഞാൻ അതിനെ കൂളോംസ് ലോ കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കൂളോംസ് ലോ കോൺസ്റ്റന്റ്. ഓക്കെ, എത്രയാണ് ഇതിന്റെ വാല്യൂ എന്ന് അറിയോ നിങ്ങൾക്ക്? കെ ഈസ് ഈക്വൽ ടു 9 × 10⁹ ജൂൾ മീറ്റർ പെർ കൂളോം സ്ക്വയർ ആണ് വാല്യൂ ഓഫ് കെ. അപ്പോൾ നമുക്ക് എല്ലാറ്റിൻ്റെയും വാല്യൂസ് അറിയാം അല്ലേ? അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് En ഈസ് ഈക്വൽ ടു -2.18 × 10⁻18 ബൈ n സ്ക്വയർ ജൂൾസ് പെർ ആറ്റം. ഓക്കെ, ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ നമ്മൾ -RH × 1/n² എന്ന് പറഞ്ഞിട്ട് അതിലും നമ്മൾ RH വാല്യൂ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? 2.18 × 10⁻18 തന്നെയാണ് പറഞ്ഞല്ലേ. n എന്താണ്? ഏത് ഓർബിറ്റിലാണോ അതിനനുസരിച്ച്. ഇപ്പോൾ കെ ഷെൽ ആണെങ്കിൽ n = 1, എൽ ഷെൽ ആണെങ്കിൽ n = 2, അത് അങ്ങനെ പോകും. ഇനി ഇപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് യൂണിറ്റിലാണ് എനർജി കിട്ടുക? ജൂൾസ് പെർ ആറ്റത്തിലാണ്. പക്ഷേ അതേസമയം ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് -13.6/n². ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ജൂൾസ് പെർ ആറ്റത്തിലായിരിക്കില്ല, പകരം ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലായിരിക്കും. ഏത് യൂണിറ്റിലായിരിക്കും? ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റൊരു എക്സ്പ്രഷൻ ഞാൻ തരാം. അതിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജൂൾസ് പെർ ആറ്റത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലോ അല്ല, എർഗ്സ് പെർ ആറ്റത്തിലാണ് കിട്ടുക. അതായത് -2.18 × 10⁻11 ബൈ n². ഇങ്ങനെയാണ് നിങ്ങൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എർഗ്സ് പെർ ആറ്റം ആയിരിക്കും യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് കിലോ ജൂൾസ് പെർ മോളിൽ എനർജി വേണമെന്ന് വിചാരിക്കുക. ഇതിലാണ് കിലോ ജൂൾസ് പെർ മോളിൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണെന്ന് അറിയോ? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു -1312/n². ഇതിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിലോ ജൂൾസ് പെർ മോളിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എനർജി ഓഫ് ഇലക്ട്രോൺ കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ ഞാൻ പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അത് റിപ്പീറ്റേഴ്സിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ, ഒരു അഡീഷണൽ നോളജ് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് എൻട്രൻസ് എക്സാമുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങൾ കാണാറുണ്ട്. നമ്മുടെ ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതൊന്നും വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 4 വ്യത്യസ്ത യൂണിറ്റുകളിൽ എനർജി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇലക്ട്രോണിൻ്റെ. അതിനനുസരിച്ച് ഇക്വേഷനുകളിൽ വളരെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് സത്യം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏത് ആറ്റത്തിൻ്റെ കേസിൽ മാത്രം അപ്ലിക്കബിൾ ആണ് മക്കളെ? ഹൈഡ്രജൻ്റെ കേസിൽ മാത്രം അപ്ലിക്കബിൾ ആണ്. സോ ഓൾ ദീസ് ആർ അപ്ലിക്കബിൾ ഓൺലി ഫോർ ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജൻ അല്ലെങ്കിലോ? ഹൈഡ്രജന് പകരം മറ്റേതെങ്കിലും ഒരു ആറ്റം ആയിരുന്നെങ്കിലോ? ചെറിയൊരു മാറ്റം ഈ ഇക്വേഷനിൽ നമ്മൾ കൊണ്ടുവന്നാൽ മതി. ആ മാറ്റം എന്താണെന്ന് അറിയോ? En is equal to -k² 2π² me⁴/n²h² into z². What is z? Atomic number of the atom. ഹൈഡ്രജൻ ആണെങ്കിൽ z-ന്റെ ആവശ്യമില്ല, കാരണം atomic number of hydrogen is 1. മറ്റേതെങ്കിലും ഒരു ആറ്റം ആണെങ്കിൽ, so this is expression is for atoms other than hydrogen. For other atoms. Other atoms എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അല്ലാത്ത മറ്റ് ആറ്റങ്ങൾക്ക്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണേ? സംശയങ്ങളുണ്ടോ? ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? -2.18 × 10⁻18 ബൈ n² ഇൻറ്റു z² അല്ലേ? ഇൻറ്റു z². ഏത് യൂണിറ്റിലാണ് കിട്ടുക? ജൂൾസ് പെർ ആറ്റം. ജൂൾസ് പെർ ആറ്റം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലോ അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ മോളിലോ അല്ലെങ്കിൽ എർഗ്സ് പെർ ആറ്റത്തിലോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ വാല്യൂ നിങ്ങൾ മാറ്റിയാൽ മതി. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ആ എക്സ്പ്രഷൻസിൻ്റെ കൂടെ ഇൻറ്റു z² കൂടി കൊടുത്താൽ മതി. ഹൈഡ്രജൻ അല്ലാത്ത മറ്റേതൊരു ആറ്റത്തിൻ്റെ കേസിലും നിങ്ങൾക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ രണ്ടാമത്തെ മെറിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂവിങ് ഓൺ ടു ദി തേർഡ് മെറിറ്റ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ബോർസ് മോഡൽ ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് ഇൻ ആൻ ആറ്റം.
ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങളിലെയോ ഓർബിറ്റുകളുടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോർസ് മോഡൽ ഓഫ് ആറ്റം ഹെൽപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സോ മെറിറ്റ് നമ്പർ 3, കാൽക്കുലേഷൻ ഓഫ് റേഡിയസ് ഓഫ് ഓർബിറ്റ്സ്. ഓക്കെ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങളിലെയോ ഓർബിറ്റുകൾ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോർസ് മോഡൽ ഓഫ് ആറ്റം സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയോ? റേഡിയസ് ഓഫ് nth ഓർബിറ്റ് Rn is equal to, suppose your electron occupies the nth orbit, നിങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്ന nth ഓർബിറ്റിലാണെങ്കിൽ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് nth ഓർബിറ്റ് is equal to 0.529 n square angstrom. എന്താണ് റേഡിയസ് ഓഫ് യുവർ nth ഓർബിറ്റ്? n എന്ന് പറയുന്നത് ഏത് ഓർബിറ്റ് ആണോ ആ നമ്പർ ആണ്. Rn is equal to 0.529 n square angstrom ആയിരിക്കും. n is the number of the orbit. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ n-ന്റെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓർബിറ്റിന്റെ റേഡിയസ് കിട്ടും. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആങ്സ്ട്രം എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആങ്സ്ട്രം എന്ന് പറയുന്ന മീറ്ററിന്റെ ഒരു ചെറിയ പതിപ്പാണ് കേട്ടോ. ആങ്സ്ട്രം, നാനോമീറ്റർ, പൈക്കോമീറ്റർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഫോർ ഹൈഡ്രജൻ. ഇത് ഹൈഡ്രജന്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ n-ന് പകരം നമുക്ക് കെ ഷെല്ലിന്റെ അല്ലെങ്കിൽ കെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n-ന് പകരം 1 എന്ന് കൊടുത്താൽ മതി. കെ ഷെൽ അല്ലേ 1, അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആങ്സ്ട്രം അറ്റോമിക് റേഡിയസ് കിട്ടും. ഇനി എൽ ഷെല്ലിൻ്റെ ആണ് വേണ്ടെങ്കിലോ n-ന് പകരം 2 എന്ന് കൊടുത്താൽ മതി. എം ഷെല്ലിന്റെ റേഡിയസ് ആണ് വേണ്ടെങ്കിലോ n-ന് പകരം 3 എന്ന് കൊടുത്താൽ മതി. അങ്ങനെ n-ന്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓർബിറ്റുകളുടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഇതിപ്പോൾ ഹൈഡ്രജന് മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഓർബിറ്റിന്റെ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? 0.529 n സ്ക്വയർ ബൈ z ചെയ്താൽ മതി. ഓക്കെ, അത്രയും ആങ്സ്ട്രം. ആൻഡ് ദിസ് ഇസ് ഫോർ അതർ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ക്ലിയർ ആണേ? ഓക്കെ, ഈ z എന്താ? അറ്റോമിക് നമ്പറാ. അപ്പോൾ നമ്മൾ ഹീലിയത്തിന്റെ ആണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ z എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഏത് ആറ്റം, ഹൈഡ്രജൻ അല്ലാത്ത ഏതൊരു ആറ്റത്തിന്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? z വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ these are the expressions to calculate the radius of orbits in various atoms. For hydrogen you can use this expression, for other atoms you can use this expression. Okay, പക്ഷേ നേരത്തെ നമ്മൾ എനർജി ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോർഡ് എക്സാം എഴുതാത്ത അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കല്ലാതെ നമ്മുടെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ എനിക്ക് റേഡിയസിന്റെ കാൽക്കുലേഷന്റെ ഭാഗത്തും പറയാനുണ്ട്. ഇതും നമ്മുടെ റിപ്പീറ്റേഴ്സിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കേട്ടോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ബോർസ് തിയറി അനുസരിച്ച് ഒരു ആറ്റത്തിനുള്ളിൽ കിടക്കുന്ന ഓർബിറ്റിന്റെ റേഡിയസ് Rn എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സിമ്പിൾ എക്സ്പ്രഷൻ വെച്ചല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ബോർ പറഞ്ഞത് മറ്റൊരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണ്. അതിന്റെ സിംപ്ലിഫൈഡ് രൂപം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് പറയട്ടെ. യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് Rn is equal to n square h square divided by 4 pi k m e square ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാട്ടോ. ഫോർ ഹൈഡ്രജൻ, അപ്പൊ ഇതിലെ ആളുകളെല്ലാം നിങ്ങൾക്ക് അറിയാലോ, n എന്താണ്, h എന്താണ്, പൈ എന്താണ്, k എന്താണ്, m എന്താണ്, e എന്താണ് എന്നെല്ലാവർക്കും അറിയാം. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ രൂപമാണ് എന്തെന്നറിയോ? 0.529 n സ്ക്വയർ ആങ്സ്ട്രം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇനി ഈ വാല്യൂ നിങ്ങൾക്ക് ആങ്സ്ട്രം എന്ന് പറയുന്ന യൂണിറ്റിൽ വേണ്ട. സപ്പോസ് നിങ്ങൾക്ക് ഇത് നാനോമീറ്ററിലാണ് വേണ്ടതെന്ന് വിചാരിക്കും. നാനോമീറ്ററിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. 0.0529 n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയസ് നാനോമീറ്ററിൽ കിട്ടും. ഇനി നാനോമീറ്ററിലല്ല, നിങ്ങൾക്കിത് പൈക്കോമീറ്റർ എന്ന് പറയുന്ന വേറൊരു യൂണിറ്റിൽ വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു മാറ്റം വരുത്തിയാൽ മതി. 52.9 ഇൻറ്റു n സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് റേഡിയസ് പൈക്കോമീറ്ററിൽ കിട്ടും. കണ്ടോ? അപ്പോൾ ഇതെല്ലാം അഡീഷണൽ നോളജ് ആണ്, അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ എൻട്രൻസ് എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്ന ടിപ്പുകളാണ്. ഓർത്തിരിക്കുക നിങ്ങളത്. ഇനി ഇതിപ്പോൾ ഹൈഡ്രജന്റെ കേസിലാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിൽ നമുക്ക് ഹൈഡ്രജൻ അല്ലാത്ത ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക?
ഈ ഒരു ഇക്വേഷനിൽ ഒരു ഡിവൈഡഡ് ബൈ Z കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഹൈഡ്രജൻ ഒഴികെയുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റങ്ങളുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം ഫോർ അതർ ആറ്റംസ്. ഓക്കെ, അതായത് Rn ഈസ് ഈക്വൽ ടു, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സിംപ്ലിഫൈഡ് ഫോം ഉണ്ടല്ലോ 0.529 n² Z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈഡ്രജൻ അല്ലാത്ത ഏതൊരു ആറ്റത്തിൻ്റെയും ആംസ്ട്രോങ്ങിലുള്ള അറ്റോമിക് റേഡിയസ് ഓഫ് ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആംസ്ട്രോമിലല്ല വേണ്ടത്, നാനോമീറ്ററിനോ പൈക്കോമീറ്ററിലോ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ Z ചെയ്താൽ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ കിട്ടും. ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മെറിറ്റ് നമ്മൾ പറഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് ദി റേഡിയസ് ഓഫ് അറ്റോമിക് ഓർബിറ്റ്സ് പ്രസന്റ് ഇൻ ആൻ ആറ്റം. നാലാമത്തെ മെറിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ദ ഫോർത്ത് മെറിറ്റ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം, എക്സ്പ്ലനേഷൻ ഫോർ ഹൈഡ്രജൻ സ്പെക്ട്രം. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന് അല്ലെങ്കിൽ ബോർസ് തിയറിക്ക് വളരെ നല്ല രീതിയിൽ വിജയകരമായ രീതിയിൽ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ നാലാമത്തെ മെറിറ്റ്. സോ മെറിറ്റ് നമ്പർ 4, ബോർസ് മോഡൽ കുഡ് എക്സ്പ്ലെയിൻ atomic spectrum of hydrogen. ഹൈഡ്രോജൻ്റെ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ എമിഷൻ സ്പെക്ട്രം കേട്ടോ. നമ്മുടെ ലൈമാൻ സീരീസും ബാമർ സീരീസും അതുപോലെ തന്നെ പാഷനും ബ്രാക്കറ്റും ഫണ്ട് സീരീസും ഒക്കെ വരുന്ന ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രത്തെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞു. അതാണ് അതിൻ്റെ നാലാമത്തെയും അവസാനത്തെയും മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആൾറെഡി നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ലൈമാൻ സീരീസ് കിട്ടുന്നത്, ബാമർ സീരീസ് കിട്ടുന്നത്, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസ് ഒക്കെ എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുതന്നെയാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ സാധാരണ രീതിയിൽ ഏത് എനർജി ലെവലിൽ ഏത് ഷെല്ലിലാണ് ഒക്യുപ്പൈ ചെയ്യുക? സാധാരണ രീതിയിൽ കെ ഷെല്ലിലാണ് അല്ലേ. അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള ഒരു ഓർബിറ്റ് ഉണ്ടാവും. ആ ഓർബിറ്റിനെയാണ് നമ്മളവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാം. എന്താ വിളിക്കുക? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം. എന്താ ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി ഓർബിറ്റലിനെയാണ് നമ്മളതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോവസ്റ്റ് എനർജിയുള്ള ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഹയർ എനർജിയുള്ള ഓർബിറ്റലുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മളതിനെ എന്താ വിളിക്കുക? എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. അങ്ങനെ എക്സൈറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആറ്റത്തെ നമ്മൾ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് എന്ന് പറയും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കഴിഞ്ഞു. അവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു ആറ്റത്തിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ലോവസ്റ്റ് എനർജി ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണുകൾ ഹയർ എനർജിയുള്ള ഓർബിറ്റലുകളിലേക്ക് എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ആറ്റം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നീൽസ് ബോർ ആദ്യം പറഞ്ഞു വെച്ചത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും എങ്ങനെയാണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രത്തിൽ കടന്നു വരുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് സ്റ്റേറ്റുകൾക്കും ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രത്തിൽ എന്താ റോളുണ്ട്? കാരണം ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രമാണ് അല്ലേ. നമ്മുടെ ലൈമാൻ ബാമർ ഒക്കെ കിട്ടുന്ന എമിഷൻ സ്പെക്ട്രമാണ്. ആ എമിഷൻ സ്പെക്ട്രം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിലെ എക്സൈറ്റഡ് ഇലക്ട്രോണുകൾ അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവർ ലൈമാൻ സീരീസും ബാമർ സീരീസും പാഷൻ സീരീസും അതുപോലെ ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും ഈ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ വളരെ പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ടേമുകൾ ഇവിടെ പറയേണ്ടി വന്നത്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പോൾ നീൽസ് ബോർ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് കൊടുത്ത എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. എപ്പോഴാണ് ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടുന്നത്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിലെ എക്സൈറ്റഡ് ഇലക്ട്രോണുകൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ആണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഡിഫറെൻറ്റ് ലൈനുകളായിട്ട് കാണുന്നത്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നീൽസ് ബോറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഇലക്ട്രോണിന് അതിൻ്റെ എക്സൈറ്റഡ് ലെവലിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഒന്നുകിൽ ഒന്നാമത്തെ ലെവലിലേക്ക് തിരിച്ചു വരട്ടെ.
അല്ലെങ്കിൽ രണ്ടാമത്തേലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ മൂന്നാമത്തേതിലേക്കോ നാലാമത്തെ എനർജി ലെവലിലേക്കോ തിരിച്ചു വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് മാത്രം തിരിച്ചു വരുമ്പോൾ ആ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു സീരീസ് ഓഫ് ലൈൻസ് അല്ലേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അത് ലൈമാൻ സീരീസ് മാത്രമല്ലേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല അതിന് സെക്കൻഡ് ലെവലിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വന്നോട്ടെ, പക്ഷെ അപ്പോൾ അത് ബാമർ സീരീസ് മാത്രമല്ലേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് ലെവലിലേക്കാണ് തിരിച്ചു വരുന്നതെങ്കിൽ പാഷൻ സീരീസ് മാത്രമല്ലേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിങ്ങൾ ഈ 5 സീരീസ് ഓഫ് ലൈനുകളും ഒരേ സമയം കാണുന്നില്ലേ അല്ലേ? സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അവിടെ ഒരു ചെറിയൊരു മിസ്മാച്ചിങ് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഹൈഡ്രജന് ആ ഒരു ഇലക്ട്രോണിന് അറ്റ് എ ടൈം ഒരു എനർജി ലെവലിലേക്കല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം അതിന് ഏതെങ്കിലും ഒരു ലൈനല്ലേ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ലൈമാൻ, അല്ലെങ്കിൽ ബാമ, അല്ലെങ്കിൽ പാഷൻ, അല്ലെങ്കിൽ ബ്രാക്കറ്റ്, അല്ലെങ്കിൽ ഫണ്ട്. പക്ഷേ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ ഈ 5 ലൈനുകളും ഒരേ സമയം വരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതല്ലേ? ആണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അതിന് നീൽസ് ബോറിന് ഉത്തരമുണ്ടായിരുന്നോ? ഉണ്ട്. നീൽസ് ബോറിന് വളരെ കൃത്യമായ ഉത്തരം അതിന് കൊടുക്കാനുണ്ട്. സോ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ നീൽസ് ബോർ ഫോർ the simultaneous appearance of a large number of lines in hydrogen spectrum. Simultaneous appearance of large number of lines in hydrogen spectrum. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരേ സമയം 4ഉം 5ഉം ലൈനുകൾ വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്ന്? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ അറിയാം. നിങ്ങൾ ഇലക്ട്രിക് ഡിസ്ചാർജ്, നേരത്തെ ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടുന്ന എക്സ്പെരിമെൻ്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തു, ആ ഹൈഡ്രജൻ ഗ്യാസിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടു. ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ കൂടെ ആയിരുന്നു മക്കളെ? അല്ലല്ലോ. ഹൈഡ്രജൻ ഗ്യാസിന് ഒരു സാമ്പിൾ അല്ല നമ്മളെടുത്തെ. ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? മില്യൺ കണക്കിന് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. അല്ലാതെ ഒരു ഹൈഡ്രജൻ ആറ്റം അല്ലല്ലോ. അല്ല. അപ്പോൾ ഒരു ഹൈഡ്രജൻ സാമ്പിളിൽ 10,000 കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവാം. അതിൽ ഓരോ ഹൈഡ്രജൻ ആറ്റവും അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് ആവുന്നത് ഡിഫറെൻറ്റ് എനർജി ലെവലുകളിലേക്കായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിൽ 4ാമത്തെ ലെവലിലേക്കാണ് ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവുന്നതെങ്കിൽ അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിൽ ചിലപ്പോൾ 5ാമത്തേതിലേക്കായിരിക്കും എക്സൈറ്റഡ് ആവുക. അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിൽ ചിലപ്പോൾ 10ാമത്തെ ലെവലിലേക്കായിരിക്കും എക്സൈറ്റഡ് ആവുന്നുണ്ടാവുക. കാരണം ഓരോ ഹൈഡ്രജൻ ആറ്റവും വലിച്ചെടുക്കുന്ന അബ്സോർബ് ചെയ്യുന്ന എനർജി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും ഇലക്ട്രോൺ എക്സൈറ്റഡ് ആകുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി ലെവലുകളിലേക്കായിരിക്കും. ആ എനർജി ലെവലുകളിൽ നിന്ന് ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോഴല്ലേ നമുക്ക് എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ കിട്ടുക, ലൈമാനും ബാമറും പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ കിട്ടുക ആണ്. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഫസ്റ്റ് എനർജി ലെവലിലേക്കാണ് തിരിച്ചു വന്നതെന്ന് വിചാരിക്കും. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിലും ഇലക്ട്രോൺ ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വരണം എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഒരു നിയമവുമില്ല. ഇലക്ട്രോണിന് ഇഷ്ടമുള്ള ലെവലിലേക്ക് തിരിച്ചു വരാം. ഇലക്ട്രോൺ ചിലപ്പോൾ 2ാമത്തെ ലെവലിലേക്കായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവാം. 3ാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിൽ ചിലപ്പോൾ ഇലക്ട്രോൺ 3ാമത്തെ ലെവലിലേക്കായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവാം. അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും, ഒരു ഹൈഡ്രജൻ സാമ്പിളിലെ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും എക്സൈറ്റഡ് ഇലക്ട്രോണുകൾ തിരിച്ചു വരുന്നത് വ്യത്യസ്ത എനർജി ലെവലുകളിലേക്കാവാം. അങ്ങനെ വ്യത്യസ്ത എനർജി ലെവലുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റവും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺ ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വരുന്ന ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം ലൈമാൻ എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ സെക്കൻഡ് ലെവലിലേക്ക് തിരിച്ചു വരുന്ന ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം ചേർന്ന് എന്ത് ചെയ്യും? ബാമർ ലൈൻസ് എമിറ്റ് ചെയ്യും. 3ാമത്തെ ലെവലിലേക്ക് ഇലക്ട്രോൺ തിരിച്ചു വരുന്ന ഹൈഡ്രജൻ ആറ്റങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാഷൻ ലൈൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ ഏത് എനർജി ലെവലിലേക്കാണോ ഇലക്ട്രോൺ തിരിച്ചു വരുന്നത് അതിനനുസരിച്ച് ഹൈഡ്രജൻ ആറ്റങ്ങൾ വ്യത്യസ്ത ലൈനുകളെ എമിറ്റ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് കിട്ടിയോ എങ്ങനെയാണ് ഒരേ സമയം ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5 ലൈനുകൾ വന്നതെന്ന്? കാരണം നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റം അല്ല എടുക്കുന്നത്, ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജനാ. അതിൽ 10,000 കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും സംഭവിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും
അല്ലേ? അപ്പോൾ അവർ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരേ സമയം ഒന്നിലധികം റേഡിയേഷൻസ്, ഒന്നിലധികം ലൈനുകൾ നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ്. ഇതാണ് നീൽസ് ബോർ തന്ന ഉത്തരം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആവണം. കാരണം ഇതിലും സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലാർജ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ട്രാൻസിഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ വളരെ നല്ല രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് നീൽസ് ബോറിൽ നിന്ന് നമുക്ക് കിട്ടിയത്. കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെയാണ് അതിനുള്ളിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്, സൈമൾട്ടേനിയസ് അപ്പിയറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്, ലാർജ് ലൈൻസിൻ്റെ സൈമൾട്ടേനിയസ് അപ്പിയറൻസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തുമ്പോൾ എനർജി അബ്സോർപ്ഷനും സംഭവിക്കാം, എനർജി എമിഷനും സംഭവിക്കാം. ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സപ്പോസ് നിങ്ങളുടെ ഇലക്ട്രോൺ ഇനീഷ്യൽ ലെവലിൽ നിന്നും ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ നിന്നും മറ്റൊരു പർട്ടിക്കുലർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്തു. സപ്പോസ് അതിന് ഇനീഷ്യൽ ഓർബിറ്റിനെ ഞാൻ എനർജി ഓഫ് ഇനീഷ്യൽ ഓർബിറ്റിനെ EI എന്നും അതിൻ്റെ ഫൈനൽ എനർജി ലെവലിൻ്റെ എനർജി EF എന്നും എടുക്കുകയാണെങ്കിൽ ഈ EF മൈനസ് EI എന്ന് പറയുന്നത് അവിടെയുള്ള എനർജി ഡിഫറൻസ് അല്ലേ? ആണ്. So this can be taken as the energy absorbed or energy emitted when electron in a hydrogen atom moves from one orbit to another orbit. ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്യുന്ന എനർജി ചിലപ്പോൾ അബ്സോർപ്ഷൻ ആവും, ചിലപ്പോൾ എമിഷൻ ആവും. അത് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഇതിനു മുമ്പും നമ്മൾ ഇതിന് സിമിലറായ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. അവിടെ E2 മൈനസ് E1 എന്നാണ് എഴുതിയത്. ഇവിടെ EF മൈനസ് EI എന്നാണ്. രണ്ടും സെയിം ആണ്. അവിടെ 2 എന്ന് എഴുതിയത് ഫൈനൽ ഓർബിറ്റിനെയാണ്, അവിടെ 1 എന്ന് എഴുതിയത് ഇനീഷ്യൽ ഓർബിറ്റിനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓരോ ഓർബിറ്റിൻ്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. ആണ്. ഫൈനൽ ഓർബിറ്റിൻ്റെ എനർജി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? -RH ഇൻറ്റു 1/NF². ഇതല്ലേ ഫൈനൽ ഓർബിറ്റിൻ്റെ എനർജിയുടെ ഇക്വേഷൻ? ആണ്. മൈനസ് ഇനീഷ്യൽ ഓർബിറ്റിൻ്റെ എനർജിയുടെ ഇക്വേഷൻ എന്താ? -RH ഇൻറ്റു 1/NI². പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? കാരണം ഇത് ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ബോർസ് മോഡലിലെ മെറിറ്റുകൾ നമ്മൾ സംസാരിച്ചപ്പോൾ രണ്ടാമത്തെ മെറിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈനൽ ഓർബിറ്റിന്റെ എനർജിക്ക് -RH ഇൻറ്റു 1/NF² എന്നും ഇനീഷ്യൽ ഓർബിറ്റിന്റെ എനർജിക്ക് -RH ഇൻറ്റു 1/NI² എന്നും എനിക്ക് എഴുതാം. ഇതൊന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ΔE, the energy absorbed or emitted during the transition of electron in a hydrogen atom is equal to RH into 1/NI² minus 1/NF² എന്നായിട്ട് മാറില്ലേ ഈ എക്സ്പ്രഷൻ? കാരണം ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്നുള്ള പ്ലസ് ആവും. അപ്പോൾ ഈ ടേം മൈനസ് ആവും. ഇത് രണ്ടാമത് എഴുതുകയും പോസിറ്റീവ് ടേം ആദ്യം എഴുതുകയും ചെയ്യുമ്പോൾ RH രണ്ടിലും കോമൺ ആണ്. RH പുറത്തേക്ക് എടുത്താൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് RH ഇൻറ്റു 1/NI² മൈനസ് 1/NF² എന്ന് എഴുതാൻ എനിക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് വാട്ട് ഈസ് RH? RH എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾസ് ആണ്. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ സംഭവിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസിഷൻ്റെ സമയത്ത്, അതായത് ഒരു ഓർബിറ്റിൽ നിന്ന് ഒരു എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊരു എനർജി ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി അബ്സോർപ്ഷൻ, എനർജി എമിഷൻ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനും എമിഷൻ സ്പെക്ട്രത്തിനും അനുസരിച്ച് നമ്മൾ NI-യുടെയും NF-ൻ്റെയും വാല്യൂസ് എടുക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതുകൂടി ഞാൻ പറയാം. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സപ്പോസ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ, ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ, അതായത് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ ഷിഫ്റ്റ് സംഭവിക്കുന്നതെങ്കിൽ
എൻ എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എൻ ഐ. അപ്പോൾ നിങ്ങൾ എൻ എഫിൻ്റെയും എൻ ഐയുടെയും വാല്യൂസ് എടുക്കുമ്പോൾ എൻ എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എൻ ഐ ആയിരിക്കണം. അതേസമയം എമിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണെങ്കിൽ എൻ ഐ എന്ന് പറയുന്നത് എൻ എഫിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. എൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എൻ എഫ്. അപ്പോൾ നിങ്ങൾ എൻ ഐയുടെയും എൻ എഫിൻ്റെയും വാല്യൂസ് എടുക്കുമ്പോൾ അത് എന്ത് തരം പ്രോസസ്സാണ് അതിനുള്ളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വാല്യൂസ് എടുക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ 5th എനർജി ലെവലിൽ നിന്ന് 2nd എനർജി ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുന്നു. 5th നിന്ന് 2nd ഒരു ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ആ ട്രാൻസിഷൻ്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ്റെ ഭാഗമായിട്ടുള്ള എനർജി എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു RH × 1/ni² - 1/nf². അവിടെ എൻ എഫും എൻ ഐയും 5th നിന്ന് 2nd അല്ലേ, ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് അല്ലേ. അപ്പോൾ അബ്സോർപ്ഷൻ ആണോ എമിഷൻ ആണോ നടക്കുക? എമിഷൻ ആണ് നടക്കുക. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുമ്പോൾ എനർജി എമിഷൻ ആണ് നടക്കുക അല്ലേ. എനർജി കുറയ്ക്കുകയാണ് വേണ്ടത്, എനർജി എമിഷനാണ്. അപ്പോൾ എൻ ഐയുടെ വാല്യൂ എൻ എഫിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ എൻ ഐ എന്ന് പറയുന്നത് 5ഉം എൻ എഫ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതേസമയം ഞാൻ പറയുകയാണ് നിങ്ങളോട്, കാൽക്കുലേറ്റ് ദ എനർജി ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം 3rd എനർജി ലെവൽ ടു 7th എനർജി ലെവൽ. 3rd നിന്ന് 7th എന്ന് പറഞ്ഞാൽ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ ലെവലിലേക്കാണ്. എനർജി അബ്സോർബ് ചെയ്യല്ലേ ചെയ്യുക? ആണ്. എനർജി അബ്സോർപ്ഷൻ ആകുമ്പോൾ എൻ എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എൻ ഐ ആണ് അല്ലേ. അപ്പോൾ അവിടെ എൻ എഫ് എത്രയായിരിക്കും? 7 ആണ്. എൻ ഐ എത്രയായിരിക്കും? 3 ആണ്. പറഞ്ഞാൽ ക്ലിയർ ആയോ? അപ്പോൾ അബ്സോർപ്ഷൻ ആണോ എമിഷൻ ആണോ എന്നതിനനുസരിച്ച് എൻ ഐയുടെയും എൻ എഫിൻ്റെയും വാല്യൂ കൃത്യമായി നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ you can use this expression to calculate the energy emitted or absorbed during the transition of electrons in a hydrogen atom. Okay. അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, he could explain the stability of atom. രണ്ട്, Bohr's model of atom helped to calculate the energy of electron in a particular orbit in the atom. മൂന്ന്, Bohr's model helped to calculate the radius of atomic orbits in an atom. 4, he could explain the hydrogen spectra. അല്ലേ? ഇത്രയും മെറിറ്റുകളുണ്ട്. ഇത്രയും മെറിറ്റുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോളം തന്നെ പോരായ്മകളുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. So we are going to check the major limitations of Bohr's model of the atom. So limitations. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്നറിയോ? ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഹൈഡ്രോജൻ ഓർ ഹൈഡ്രോജൻ ലൈക്ക് ആറ്റംസ്. ഹൈഡ്രോജനോ ഹൈഡ്രോജനെ പോലെയുള്ള ആറ്റങ്ങൾക്കോ മാത്രമാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം അപ്ലിക്കബിൾ ആവുക. ആൻഡ് ഹി കുഡ് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് ഓൺലി ഹൈഡ്രോജൻ ഓർ ഹൈഡ്രോജൻ ലൈക്ക് ആറ്റംസ്. മറ്റ് ആറ്റങ്ങളുടെ സ്പെക്ട്രത്തെക്കുറിച്ചൊന്നും ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല. So the first failure, the first limitation, no explanation for the spectra of multi-electron atoms. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളുടെ സ്പെക്ട്രത്തെക്കുറിച്ച് എവിടെയും ബോർസ് മോഡലിൽ പറയുന്നില്ല. സോ ലിമിറ്റേഷൻ നമ്പർ 1 എന്താണ്? നോ എക്സ്പ്ലനേഷൻ ഫോർ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. മൾട്ടി ഇലക്ട്രോൺ അറ്റോമിക് സ്പെക്ട്രം. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളുടെ സ്പെക്ട്രത്തെക്കുറിച്ച് ബോർസ് മോഡൽ ഒരു ഫെയിലിയർ ആയിരുന്നു, ഒന്നും പറയുന്നില്ല. 2, ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഹൈഡ്രജൻ്റെയോ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങളിലെയോ സ്പെക്ട്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെ കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? കംപ്ലീറ്റ് അല്ല. പ്രത്യേകിച്ചും ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനിൻ്റെയും ഫൈനർ ഡീറ്റെയിൽസ്, കാരണം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനിനെയും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൈനർ ഡീറ്റെയിൽസിലേക്ക് പോകാൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടില്ല. സോ നോ എക്സ്പ്ലനേഷൻ ഫോർ ദ ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ രണ്ടാമത്തെ ഫെയിലിയർ എന്താണ്? രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഫൈനർ ഡീറ്റെയിൽസിലേക്ക് പോകാൻ, ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം.
മൂന്നാമത്തത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനിനെയും, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സ്പെക്ട്രൽ ലൈനുകളെ നിങ്ങളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലൈനുകൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സ്പെക്ട്രൽ ലൈനുകളെ നിങ്ങളൊരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനുകൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റിങ്ങിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? സ്റ്റാർക്ക് എഫക്റ്റ്. സ്റ്റാർക്ക് എഫക്റ്റ്. എന്താണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദി എഫക്റ്റ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈനുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുക. പക്ഷേ ഈ സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ച് എവിടെയും നീൽസ് ബോർ പറഞ്ഞിട്ടില്ല. സോ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ്. 3 അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് ഫോർത്ത് ലിമിറ്റേഷൻ. ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡിന് പകരം നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്പെക്ട്രൽ ലൈനുകൾ വെക്കുന്നതെന്ന് വിചാരിക്കും. സ്പെക്ട്രൽ ലൈനുകൾക്ക് വീണ്ടും സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. സ്പെക്ട്രൽ ലൈനുകൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ സംഭവിച്ചതുപോലെ മാഗ്നറ്റിക് ഫീൽഡിലും സ്പ്ലിറ്റിംഗ് സംഭവിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമാൻ എഫക്റ്റ്. എന്താ വിളിക്കുക? സീമാൻ എഫക്റ്റ്. നീൽസ് ബോർ എവിടെയെങ്കിലും സീമാൻ എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? എവിടെയും പറയുന്നില്ല. സോ ഫെയിൽ ടു എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ്. എന്താണ് സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. അഞ്ചാമത്തത്, നീൽസ് ബോറിൻ്റെ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് ആറ്റത്തിനുള്ളിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ മൊമെൻറ്റവും പൊസിഷനും ഒരേ സമയം ആക്യുറേറ്റായി മെഷർ ചെയ്യാമെന്നാണ് നീൽസ് ബോർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം പിന്നീട് ഹെയ്സൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പിന്നീട് പ്രൂവ് ചെയ്തൊരു കാര്യമാണ് ഒരാറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനെയാണ് നമ്മൾ ഹെയ്സൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറയും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഹെയ്സൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഹെയ്സൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണെങ്കിൽ നീൽസ് ബോർ പറഞ്ഞ തെറ്റല്ലേ? നീൽസ് ബോർ പറഞ്ഞ എന്താ? ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. തെറ്റാണേ? ആണ്. സോ നീൽസ് ബോർസ് മോഡൽ ഓഫ് ആറ്റം is against Heisenberg's uncertainty principle. So it was against Heisenberg's uncertainty principle. Uncertainty principle. ഓക്കെ. ആറാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നീൽസ് ബോർ ഇലക്ട്രോണുകളെ വെറും പാർട്ടിക്കിളുകളായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകൾ പാർട്ടിക്കിൾ നാച്ചറും കാണിക്കുന്നുണ്ട്, വേവ് നാച്ചറും കാണിക്കുന്നുണ്ട് എന്ന് പിന്നീട് വന്ന ആളുകൾ തെളിയിച്ചതാണ്. ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ പാർട്ടിക്കിൾ നാച്ചറും കാണിക്കുന്നുണ്ട്, വേവ് നാച്ചറും കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് പിന്നീട് വന്ന ആളുകൾ ഡി ബ്രോളിയെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചതാണ്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും അടുത്ത ക്ലാസ്സിൽ. പക്ഷേ നീൽസ് ബോറിൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോണുകൾ എന്തുമാത്രമാണ്? പാർട്ടിക്കിൾസ് മാത്രമാണ്. അതായിരുന്നു അതിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷനും അത് തന്നെയായിരുന്നു. നീൽസ് ബോർ ട്രീറ്റഡ് ഇലക്ട്രോൺസ് ഓൺലി ആസ് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ആസ് ഓൺലി ആസ് പാർട്ടിക്കിൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിൻ്റെ സ്വഭാവം എന്താ? പാർട്ടിക്കിളുമാണ്, വേവുമാണ്. സോ ദാറ്റ് വാസ് ദി നെക്സ്റ്റ് ലിമിറ്റേഷൻ. അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിലേക്കുള്ള പ്രധാനപ്പെട്ട 2 കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കലുകളാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഡ്വൽ നാച്ചർ ഓഫ് റേഡിയേഷൻ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കലുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള കുറച്ച് ന്യൂമറിക്കലുകൾ ചെയ്യണം. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ന്യൂമറിക്കലുകൾ ചെയ്യുമ്പോൾ പ്രധാനമായും നിങ്ങൾ അറിയേണ്ട കുറച്ച് ഇക്വേഷൻസ് ഞാനൊന്ന് ആദ്യമേ പറയാം, എന്നിട്ട് ഞാൻ ന്യൂമറിക്കലിലേക്ക് പോവാം. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്താണെന്നറിയോ? ഒരാറ്റത്തിനുള്ളിൽ
ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഒന്ന്. എന്താണ്? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1096777 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു മൈനസ് RH ഇൻറ്റു 1/n². ഓക്കെ, മറ്റൊരെണ്ണം ഇത് EN ആണ്. ഓക്കെ, RN ഈസ് ഈക്വൽ ടു 0.529 n². മറ്റൊരെണ്ണം ഡെൽറ്റ E ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഓക്കെ, ഓർ യെസ് or delta E is equal to h nu. ഇത്രയും എക്സ്പ്രഷൻസ് ആണ്, ഇത്രയും ഇക്വേഷൻസ് ആണ് നിങ്ങളിതിൻ്റെ ന്യൂമറിക്കലിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ എക്സ്പ്രഷനും ഓരോ ഇക്വേഷനും നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഒരു ആറ്റത്തിനുള്ളിൽ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ എക്സ്പ്രഷൻ. ഓക്കെ, രണ്ടാമത്തെ എക്സ്പ്രഷനോ ദിസ് ഇസ് ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി. മൂന്നാമത്തെ എക്സ്പ്രഷനോ റേഡിയസ് ഓഫ് അറ്റോമിക് ഓർബിറ്റ്സ്. നാലാമത്തേതോ ഒരു ആറ്റത്തിനുള്ളിൽ ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ എക്സ്പ്രഷൻ. ഓക്കെ, ഈ എക്സ്പ്രഷൻ എന്താണ്? ഇത് അവിടെ അബ്സോർബ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് ഈ എക്സ്പ്രഷൻ. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാമെങ്കിൽ, ഇത് ഞാൻ പറയാൻ പോകുന്ന ന്യൂമറിക്കലുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ന്യൂമറിക്കൽസ്.